വേനലവധിക്കാലത്ത് കേരളത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ദില്ലിയിൽ പ്രീ സമ്മർ B2B മീറ്റ് സംഘടിപ്പിച്ചു. കേരള ടൂറിസം വകുപ്പ് നടത്തിയ മീറ്റ് രാജ്യത്തുടനീളമുള്ള ടൂറിസം പങ്കാളികളുടെ വേദിയായി മാറി. കോവിഡിന് ശേഷം കേരളത്തിലെ ടൂറിസം മേഖലയിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളിൽ വൻ വർധനവാണ് ഉണ്ടായത്. വരുന്ന വേനലവധിക്കാലത്ത് കൂടുതൽ സന്ദർശകരെ ലക്ഷ്യമിട്ടാണ് ആകർഷകമായ ടൂറിസം അനുഭവങ്ങളും ഉൽപ്പന്നങ്ങളും രാജ്യതലസ്ഥാനത്ത് അവതരിപ്പിച്ചത്. കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന പ്രീ സമ്മർ B2B മീറ്റ് രാജ്യത്തുടനീളമുള്ള ടൂറിസം പങ്കാളികളുടെ വേദിയായി മാറി. ഹൗസ് ബോട്ടുകൾ, ജംഗിൾ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ആയുർവേദ വെൽനസ് സെന്ററുകൾ, ട്രക്കിംഗ് എന്നിങ്ങനെ കേരളത്തനിമയും സൗന്ദര്യവും മേളയിൽ പരിചയപ്പെടുത്തി. ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും കേരളത്തെക്കുറിച്ച് അറിയാമെന്നാലും കേരളം ഇനിയും അറിയാത്ത ആരെങ്കിലും ടൂറിസം ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ സ്ഥിരമായിട്ട് നമുക്കൊരു ബ്രാൻഡിംഗ് ഉണ്ട്. ഗോഡ്സ് ആൻഡ് കൺട്രിയുടെ നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അത് നമ്മൾ ഒന്നുകൂടി പറയും. അതിനോടൊപ്പം തന്നെ ന്യൂ പ്രൊഡക്ട്സോ ന്യൂ ഓഫറിങ്സോ എന്തെങ്കിലും നമ്മുടെ കേരള ടൂറിസം ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ കേരളത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര സർഫിംഗ്, പാരാഗ്ലൈഡിംഗ്, മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവയും നടത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. ചടങ്ങിൽ ചെണ്ടമേളം, കഥകളി, മോഹിനിയാട്ടം എന്നിങ്ങനെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും അരങ്ങേറി. കൈരളി ന്യൂസ്, ദില്ലി.